Hi all, this is Anup here. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വളരെ സന്തോഷത്തോടെ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. വേറൊന്നുമല്ല, കഴിഞ്ഞ കൊല്ലം 2020 ഡിസംബർ 2-ാം തീയതി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാറാണ് ടാറ്റയുടെ നെക്സൺ കാർ എന്ന് പറഞ്ഞിട്ടുള്ള കാർ. ഒരുപാട് പേര് ആ ടൈമിൽ ആ കാറ് ബുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത് അന്ന് 8.1 lakh ആയിരുന്നു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരു കോൺസെപ്റ്റ്, സാധാരണ എല്ലാവരും കാർ എടുക്കുക എന്ന് പറയുന്നത് ലോൺ വെച്ചിട്ടാണ് എല്ലാവരും എടുക്കാറുള്ളൂ. കാരണം സാധാരണ ആൾക്കാരാണെങ്കിലും എല്ലാ കാറും ഒരു മിനിമം എമൗണ്ട് കൊടുത്തിട്ട് ലോൺ വെച്ചിട്ടാണ് എടുക്കാറ്. എന്നാൽ പകുതി വിലയ്ക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാറ്റ നെക്സൺ 4 ലക്ഷം രൂപയ്ക്ക് പകുതി വിലയ്ക്ക് എങ്ങനെ വാങ്ങിക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഇടാം. ആ വീഡിയോ ചെയ്തപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഒരുപാട് പേര് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാറ്റ നെക്സൺ വാങ്ങിക്കുന്നുണ്ട്. അതിന് വെയിറ്റിംഗ് പീരിയഡും ഉണ്ട്, പക്ഷെ എല്ലാവരും ലോണായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് 4 ലക്ഷം രൂപയ്ക്ക് ടാറ്റ നെക്സൻ്റെ ബേസ് മോഡൽ കാർ വാങ്ങിക്കുക എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ അന്ന് ചെയ്തത്. അന്ന് വേറെ ഒന്നുമല്ല, ആ ടൈമിൽ നമ്മൾ ടാറ്റ നെക്സൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈമിന് പകരം നമ്മൾ ആ കമ്പനിയുടെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് റിട്ടേൺ എടുക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു കാര്യം. അന്ന് ആ വീഡിയോ ചെയ്യുന്ന ദിവസം ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 182 റുപ്പീസ് ആയിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം 180യുടെ താഴെ പോയിട്ടുമുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി മന്തിൽ 180 നിന്ന് 340 ഹൈ പോയിട്ടുണ്ട്. പിന്നെയും താഴേക്ക് വന്ന് 280 ലെവൽസിൽ വന്ന് ഇന്നലെ അതായത് ജൂൺ 15-ാം തീയതി 360 എന്നുള്ള റേഞ്ച്, അതായത് 2 ടൈംസ് ഡബിളായിട്ട് ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, ആ കാറ് വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനെ ആരൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ വീഡിയോ ഒരുപാട് ഓഡിയൻസിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പർട്ടിക്കുലർലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മാത്രമല്ല, കാറ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വരെയും ആ വീഡിയോ റെക്കമെൻഡേഷൻ പോയിട്ടുണ്ട്. അന്ന് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പിന്നീട് ആ സ്റ്റോക്ക് പ്രൈസ് കയറാൻ പോയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇപ്പോൾ വാങ്ങിക്കാമോ, ഇപ്പോൾ 180 അന്ന് പറഞ്ഞത് ഇപ്പോൾ 220 വാങ്ങിക്കാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. കാരണം ഒരു സ്റ്റോക്ക് ഞാൻ കഴിഞ്ഞ മാർച്ചിൽ ഏകദേശം 80 രൂപയ്ക്ക് കണ്ടിരുന്ന സ്റ്റോക്കാണ് മാർച്ച് 2020. ഈ സെയിം സ്റ്റോക്ക് തന്നെ ഞാൻ 2013 600 രൂപയ്ക്കും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 80 കണ്ട ആൾ എപ്പോഴെങ്കിലും 200 ലെവൽസിന് മുകളിൽ കാണുമ്പോൾ വാങ്ങിക്കാനായിട്ട് ഗട്ട്സ് വേണം, ആ ബിസിനസ്സിൽ ഒരു വിശ്വാസവും വേണം. എന്നാൽ മാത്രം വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുമുണ്ട്. നമ്മൾ ആ ജേർണിയിൽ, അതായത് അന്ന് 180 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ജേർണിയിൽ ഒരുപാട് പൊസിഷൻസ് ടാറ്റ മോട്ടോഴ്സിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് വരെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 300 ഒരു നെഗറ്റീവ് ന്യൂസ് വന്നപ്പോൾ 300 to 320 ലെവൽസിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോ, നമുക്ക് 360 ടാർഗറ്റ് എന്തായാലും കിട്ടും എന്നുള്ളൊരു കാര്യം അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സന്തോഷമായിട്ടുള്ള വാർത്തയാണ്. അത് മാത്രമല്ല, ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാറ്റ നെക്സൺ ഒരു കാർ ഞാനും ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് 2 സന്തോഷ വാർത്തയാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതിലൂടെ ഒരു സിമ്പിൾ കാര്യം, ഒരു മിക്ക ബിസിനസ്സിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാനും പോകുന്നത്. വേറെ ഒന്നുമല്ല, ബിസിനസ് ടേൺ അറൗണ്ട് എന്ന് പറയും. ബിസിനസ് ടേൺ അറൗണ്ട്, നമുക്ക് ആ വാക്ക് ടേൺ അറൗണ്ട് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ആലോചിക്കുമ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. അതായത് 2 പേര് ഒരു കാറിൽ പോവാം, കാറിൽ സ്പീഡിൽ പോവുകയാണ്, ഒരു മലയുടെ അറ്റത്തെത്തിയപ്പോൾ അപ്പോൾ തന്നെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ മലയുടെ താഴത്തേക്ക് പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു ടേൺ അറൗണ്ട് ചെയ്യണം. ആ സമയത്ത് തന്നെ ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം. അതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ കാറ് തിരിച്ച് എടുക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ബിസിനസ്സുകൾക്കും ഒരു ടേൺ അറൗണ്ട് ഉണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി എപ്പോഴും ഉണ്ട്, കുറേ കൊല്ലങ്ങളായിട്ടുള്ള കമ്പനി ഉണ്ട്. ആ ബിസിനസ് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണമെന്ന് വിചാരിച്ചോ, ഐഡിയലായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ വരെയും ബിസിനസ്സിന് മൂവ്മെൻറ്റ് ഉണ്ടാവും. എങ്ങനെയാണ് മൂവ്മെൻ്റ് എന്ന് ചോദിച്ചാൽ, അത് ആ ബിസിനസ്സിൻ്റെ പ്രൊഡക്ട്സ് വേറെ കോമ്പറ്റീറ്റേഴ്സ് ആ പ്രൊഡക്ട്സ് സെയിം ഇതിൽ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ആ കോമ്പറ്റീഷൻ
കസ്റ്റമേഴ്സിൻ്റെ കണ്ണിൽ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ടിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പിന്നിലായിരിക്കും. അതുമാത്രമല്ല, ആ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് കോമ്പറ്റീറ്റേഴ്സായിട്ട് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ടിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബാക്കിലായിരിക്കും. അപ്പോൾ ബിസിനസ് ഐഡിൽ ആണെങ്കിലും ബിസിനസ്സിന് മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ ബിസിനസ്സിന് ഒരു ടേൺ അറൗണ്ട് വേണം. ടേൺ അറൗണ്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു ബിസിനസ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കുറേ പ്രോബ്ലംസ് ഉണ്ട്, ലോസിലാണ്. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബിസിനസ് ഇല്ലാതെ പോകും. അപ്പോൾ ഈ ബിസിനസ് ടേൺ അറൗണ്ട്, ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടിരിക്കുന്ന ടേൺ അറൗണ്ട്സ് ഉണ്ടാവും. വളരെ സിമ്പിൾ എക്സാമ്പിളാണ് നെസ്ലയുടെ മാഗി നൂഡിൽസ്. 2009 ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകെ കൂടെ നമ്മൾ ഹോസ്റ്റൽ റൂമിൽ ഉണ്ടാക്കുന്ന ഫുഡാണ് ഈ 2 മിനിറ്റ് മാഗി നൂഡിൽസ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫുഡാണ്, ഞാനിപ്പോഴും കഴിക്കുന്നൊരു ഫുഡാണ്. അപ്പോൾ ഈ മാഗിയുടെ നൂഡിൽസ് 2015 പെട്ടെന്ന് ഇന്ത്യയുടെ ഫുഡ് റെഗുലേറ്റർ ബാൻ ചെയ്ത് കളഞ്ഞു. എല്ലാവരും ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, മാഗി നൂഡിൽസിൻ്റെ ആ ടേസ്റ്റ് മേക്കറിൻ്റെ അകത്തുനിന്ന് ലെഡിൻ്റെ കണ്ടൻസും അത് മാത്രമല്ല കുറച്ച് MSG അഥവാ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, നമ്മുടെ സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അജിനോമോട്ടോയുടെ കണ്ടൻസ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ റെഗുലേറ്റർ മാഗി നൂഡിൽസ് അങ്ങോട്ട് ബാൻ ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ബാൻ ചെയ്ത് കളഞ്ഞു. നെസ്ലെ കമ്പനി, നമുക്ക് എല്ലാവർക്കും അറിയാം നെസ്ലെ കമ്പനിക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടെന്ന്. നെസ്ലെ കമ്പനിയുടെ 30% ഓഫ് ദ റവന്യൂസ് വരുന്ന പ്രൊഡക്റ്റായിരുന്നു ഈ മാഗി നൂഡിൽസ്. ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വന്നപ്പോൾ ഈ കമ്പനിയുടെ അന്നത്തെ CEO പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും കൊല്ലമായിട്ടുള്ള കമ്പനി, അറൗണ്ട് 100 ഇയേഴ്സ് പഴക്കമുള്ള കമ്പനിയിൽ ആദ്യമായിട്ടാണ് ഏറ്റവും വലിയ ഒരു ക്രൈസിസ് ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. ഇവരെന്ത് ചെയ്തു, ആ ക്രൈസിസ് വന്ന് ബാൻ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ രണ്ടാമത് ആ പ്രൊഡക്റ്റിൽ റീവർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു വലിയൊരു അഡ്വർടൈസിങ് ക്യാമ്പയിൻ തന്നെ തുടങ്ങി. വി മിസ് യു മാഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പയിനിങ് ആയിരുന്നു. എല്ലാവരും TV കണ്ടിട്ടുണ്ടാവും, അഡ്വർടൈസ്മെൻറ്റും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ മിസ് യു മാഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ തുടങ്ങി. കസ്റ്റമേഴ്സിന് ആ മാഗി മിസ് ചെയ്യണത് ഫീൽ ചെയ്യിപ്പിച്ച്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫുഡാണ് മാഗി നൂഡിൽസ്, അത് ഫീൽ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇവർ ആ പ്രോഡക്റ്റ് റീവർക്ക് ചെയ്ത് ഈ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് രണ്ടാമത് മാർക്കറ്റിലേക്ക് ഒരു ബിഗ് ബാഷ് എൻട്രി കൊണ്ടുവന്നു. അപ്പോൾ ഈ മാഗി നൂഡിൽസിന് ആ ഒരു എൻട്രിയിൽ 60% മാർക്കറ്റ് ഷെയർ ഒപ്പിക്കാൻ പറ്റി. അതുമാത്രമല്ല അവരുടെ സെയിൽസ് കൂടുകയും ചെയ്തു. സിമ്പിൾ ടേൺ അറൗണ്ട് സ്റ്റോറിയാണ്. ഒരു തകർന്നു പോയി ബാൻ വന്ന ഒരു പ്രൊഡക്റ്റ് രണ്ടാമത് എൻട്രി ചെയ്തപ്പോൾ ഇത്രയും സെയിൽസും അതുമാത്രമല്ല മാർക്കറ്റ് ഷെയർ 60% പിടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ആദ്യത്തെ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി. പിന്നെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടേൺ അറൗണ്ട് സ്റ്റോറി ഉണ്ട്, ഐഷർ മോട്ടോഴ്സിൻ്റെ. ഐഷർ മോട്ടോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ഐഷർ മോട്ടോഴ്സ്. അവർ ഈ റോയൽ എൻഫീൽഡ് ബ്രാൻഡിനെ ടേക്ക് ഓവർ ചെയ്തതാണ്. അവർ 2001 വളരെ ഒരു ബാഡ് ഫിനാൻഷ്യൽ ക്രൈസിസിലായിരുന്നു. എംപ്ലോയീസിനൊക്കെ VRS കൊടുത്ത് വിടുകയായിരുന്നു. അന്ന് ഐഷർ മോട്ടോഴ്സിൽ ഒരു ഷെയറിൻ്റെ വില 7 രൂപയായിരുന്നു. ട്രാക്ടർ സെയിൽസ് ആയിരുന്നു അവരുടെ ബിസിനസ്. ട്രാക്ടർ സെയിൽസ് ഇല്ല, വേറെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ 2002 അവർ 2 ബ്രാൻഡ് 2 വീലേഴ്സിൽ ഇറക്കി. ഒന്ന് എലക്ട്ര എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡും അതേപോലെ തന്നെ 350cc തണ്ടർബേർഡും. ഈ 2 ബ്രാൻഡ് ഇറക്കിയപ്പോൾ തന്നെ പതുക്കെ തന്നെ ഒരു 65% ഒരു സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിരുന്നു ഈ 2 വീലർ ബുള്ളറ്റിൻ്റെ മാർക്കറ്റിൽ. സെയിൽസ് കൂടിയപ്പോഴും അപ്പോഴും അവർ വളരെ സൈലൻ്റ് ആയിട്ട് കോസ്റ്റ് കട്ടിങ് ഒക്കെ ചെയ്തിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഓരോ കൊല്ലം കഴിഞ്ഞ് പതുക്കെ ഉള്ളൊരു ഗ്രോത്തിൽ നിന്ന് 2009 ആയപ്പോൾ അവരൊരു 1.2 lakhs വിലയുള്ള ഒരു 350cc ബൈക്ക് അങ്ങോട്ട് ഇറക്കി. അതിൻ്റെ ഡിമാൻഡ് വളരെയധികം കൂടി. അവർക്ക് ഓൾറെഡി ഉള്ള കപ്പാസിറ്റീനെ കാട്ടി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട വന്നു. അങ്ങനെ 2011 ആ ടൈമിൽ അറൗണ്ട് 75,000 ബൈക്സ് ആയിരുന്നു ഒരു കൊല്ലം വിറ്റിരുന്നത്. 2012 ഒക്കെ ആയപ്പോൾ അത് ഡബിളായി, 1.75 ആയി. 2013 ആയപ്പോൾ അറൗണ്ട് 3 lakhs ആയി. 2014 ആയപ്പോൾ അതിൻ്റെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് വന്ന് 2015 ആയപ്പോൾ അറൗണ്ട് 7 lakh ബൈക്സ് ആയിരുന്നു അവർ സെല് ചെയ്തിരുന്നത്. ഇപ്പോൾ 2021 ആയി. ഒരുപാട് മോഡൽസ് ഐഷർ മോട്ടോഴ്സ് ബുള്ളറ്റ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത് തണ്ടർബേർഡ് എന്നുള്ള ബ്രാൻഡ് നിർത്തിക്കൊണ്ട് അവർ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് മീറ്റിയോർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ ബൈക്സിൻ്റെയൊക്കെ റേറ്റ് കൂടുതലാണ്, എന്നാൽ ഇതിൻ്റെ ഡിമാൻഡ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അന്ന് 7 രൂപ ഉണ്ടായിരുന്ന ഷെയർ 2015 26,000 ആയി. ഇപ്പോഴത്തെ പ്രൈസ് ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത കാരണം ഇപ്പോൾ ഇതാണ് പ്രൈസ്.
അതാണ് വീണ്ടും ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ഉള്ളത്. ഇനി നമ്മുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ടേൺ അറൗണ്ട് സ്റ്റോറി ടാറ്റ മോട്ടോഴ്സിൻ്റെ ടേൺ അറൗണ്ട് സ്റ്റോറി. ഞാൻ 2009 തൊട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ വാച്ച് ചെയ്യുന്ന കമ്പനിയാണ്, വേറൊന്നുമല്ല. എൻ്റെ ഗ്രാൻഡ് ഫാദർ തൊട്ടിട്ടേ കമ്പനി തുടങ്ങുന്നതിൻ്റെ മുന്നേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഉള്ള സ്റ്റോക്കാണ്. 2013 $600 ഉണ്ടായിരുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻസ് തന്നിരുന്നു. ഈ കമ്പനി വളരെ റിസ്ക് എടുക്കുന്ന ഒരു കമ്പനിയാണ്. ടാറ്റയുടെ ഒരുപാട് വണ്ടി, അതായത് ഇപ്പോൾ സഫാരി, അതേപോലെ തന്നെ സുമോ, അങ്ങനത്തെ ഒരുപാട് വണ്ടികൾ ഇറക്കി റിസ്ക് എടുത്തിട്ടുണ്ട്. 2013 ടാറ്റ നാനോ ഇറക്കിക്കൊണ്ട് അത് ഭയങ്കര വലിയ ന്യൂസും ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊരു ഫെയിലിയർ പ്രോഡക്റ്റ് ആയിരുന്നു. അങ്ങനെ 2006 തൊട്ട് അറൗണ്ട് 15-16 വരെ ഒരു പാസഞ്ചർ വെഹിക്കിൾ സ്ട്രീമിൽ വളരെയധികം ട്രബിൾ ആയിരുന്ന ഒരു കമ്പനിയായിരുന്നു ടാറ്റ മോട്ടോഴ്സ്. 2016 ഗണ്ടർ ബട്ഷക് പുതിയ CEO ടാറ്റ മോട്ടോഴ്സിൽ വന്നതിന് ശേഷം വളരെയധികം വലിയ ചേഞ്ചസ് ആണ് ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൽ തന്നെ കൊണ്ടുവന്നിരുന്നത്. അത് മാത്രമല്ല, ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു, ഇതാണ് ടാറ്റയുടെ വണ്ടി, സർവീസ് തീരെ മോശം, കാണാനൊരു ലുക്കില്ല, കൺവെൻഷണൽ ഡിസൈൻസ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്ന ഒരു കമ്പനിക്ക് ഡിസൈൻ ചേഞ്ച് കൊണ്ടുവന്ന് നല്ല ലേറ്റസ്റ്റ് ടെക്നോളജിയും അവരുടെ ജാഗ്വാർ ലാൻഡ് റോവർ അവരുടെ ആ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് ഇൻസ്പയർ ആയിക്കൊണ്ട് ടാറ്റയുടെ നെക്സൺ, ആൾട്രോസ്, അതേപോലെ തന്നെ ടാറ്റയുടെ ഇപ്പോൾ അടുത്ത് രണ്ടാമത് ഇറക്കിയ സഫാരിയും, അതേപോലെ തന്നെ ഗ്രാവിറ്റാസും ഹോൺബില്ലും അങ്ങനത്തെ ഡിസൈൻസൊക്കെ വെച്ച് കൊണ്ടുവന്ന ആൾക്കാർക്ക് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണെന്നുള്ള രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ട് ടാറ്റ മോട്ടോഴ്സ് അവരുടെ സെയിൽസ് നമ്പേഴ്സ് ഈവൻ ഹോണ്ടേനെ കഴിഞ്ഞ കൊല്ലം ഹോണ്ടേനെ വരെ ക്രോസ് ചെയ്തിട്ടാണ് അവരിപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു ലൈവ് ടേൺ അറൗണ്ടാണ്. ഇത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത കഴിഞ്ഞ കൊല്ലമാണ്. കഴിഞ്ഞ കൊല്ലം എൻ്റെ ഫാദറിന് കാറിൻ്റെ ആക്സസറി ഷോപ്പാണ്. അപ്പോൾ ആ ടൈമിൽ ഒരുപാട് ടാറ്റ നെക്സൺ ഓണേഴ്സ് ഷോപ്പിൽ വന്നിട്ട് എൻക്വയറി ചെയ്തിരുന്നു. അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഈ കാറിന് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. ഫാൻ ബേസ് വരാൻ കാരണം വേറൊന്നുമല്ല, അവർക്കാർക്ക് ആ ചിന്താഗതി മാറിക്കഴിഞ്ഞു. അതായത് ടാറ്റയുടെ കാർ ഇങ്ങനെയുള്ളൊരു കാർ എന്നുള്ളൊരു ചിന്താഗതി അല്ലാതെ ടാറ്റയുടെ കാർസ് ആർ ഗുഡ് കാർസ് എന്നുള്ളൊരു ചിന്താഗതി വന്നപ്പോൾ ഒരുപാട് ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഡിമാൻഡ് കൂടി, ബുക്ക് ചെയ്ത ടൈമിൽ കിട്ടാതെ 6 months ഒക്കെ വെയിറ്റ് ചെയ്ത ആളുകൾ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ടാറ്റ മോട്ടോഴ്സ് എല്ലാവർക്കും, ഇപ്പോൾ വാങ്ങിക്കാൻ പോകുന്ന എല്ലാവർക്കും ഇതൊരു ഫേവറേറ്റ് കാറാണെന്നുള്ളൊരു ഇത് മനസ്സിലാക്കി തുടങ്ങിയത്. വേറെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട്, കിയ ഉണ്ട്, റെനോൾട്ട് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. എന്നാലും ടാറ്റയ്ക്ക് ഇപ്പോഴും സെയിൽസ് നമ്പേഴ്സ് കുറഞ്ഞിട്ടില്ല. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അതിൻ്റെ ഗ്രോത്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതാണ് നമ്മുടെ സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 2020 80s ഉണ്ടായിരുന്ന ഷെയർ ഇന്ന് 350 rupees-ആണ്. 1.5 കൊല്ലം ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൽ ഒരു ടേൺ അറൗണ്ട് കൊണ്ടുവന്നിരുന്ന ഒരാളാണ് അതിൻ്റെ കാറൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രതാപ് ബോസ് കഴിഞ്ഞ 2 weeks മുന്നേ മഹീന്ദ്രയിലേക്ക് അദ്ദേഹം പോയി. ടാറ്റ വിട്ട് മഹീന്ദ്രയിലേക്ക് പോയി. ഇനി അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരാൻ പറ്റുന്നത് നമുക്ക് നോക്കി തന്നെ കാണാം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ CEOക്ക് ഒരു 1 year കൂടി എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ ടേൺ അറൗണ്ട് സ്റ്റോറീസ്. അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടാറ്റയുടെ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. ഇനി പുറത്തത്തെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, ഡോമിനോസ് പിസ്സ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇന്ത്യയിൽ അത് ലൈസൻസ്ഡ് ഓൺ ചെയ്തിരിക്കുന്നത് ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. 2011 150 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തിരുന്ന കമ്പനിയാണ്. ഇപ്പോഴത്തെ പ്രൈസ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാം. ജുബിലൻറ്റ് ഫുഡ് വർക്ക്സും പണ്ട് 1960 ടൈമിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. 2 പേര്, ടോമും ജെയിംസും അങ്ങനെ പേരുള്ള 2 പേര് ഒരു പിസ്സ ഷോപ്പ് ബൈ ചെയ്ത് അവർ തുടങ്ങിയൊരു ബിസിനസ്സാണ്. ഒരു പാർട്ട്ണർ ഒരു 8 മാസമായപ്പോൾ അദ്ദേഹം ഷെയർസൊക്കെ വിറ്റിട്ട് പോയി. മറ്റേ ആൾ ആ കമ്പനി ഗ്രോ ചെയ്ത് കൊണ്ടുവന്ന് 1970s ഒക്കെ ആയപ്പോൾ US-ലൊക്കെ ഓൾമോസ്റ്റ് കുറേ സ്റ്റോഴ്സൊക്കെ ആയി. അങ്ങനെ 1998 അദ്ദേഹം ആ കമ്പനി വേറൊരു വലിയ ഗ്രൂപ്പിന് സെല്ല് ചെയ്ത്. ആ കമ്പനിയാണ് ഈ ഡോമിനോസ് പിസ്സേനെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ 2009 ഒക്കെ ആയപ്പോൾ സ്റ്റോക്കൊക്കെ താഴെ പോയി. വേറൊന്നുമല്ല, ഡോമിനോസ് പിസ്സയുടെ ടേസ്റ്റ് ആർക്കും ഇഷ്ടപ്പെടാതെ. ആ ടൈമിൽ 2010 പാട്രിക് ഡോയൽ എന്ന് പറഞ്ഞിട്ടുള്ള CEO വന്നപ്പോൾ അദ്ദേഹം ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന്
ജസ്റ്റ് സ്റ്റഡി ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, ടേസ്റ്റിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്പണായിട്ട് അതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട്, ടേസ്റ്റ് മാത്രമല്ല കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസും കസ്റ്റമേഴ്സായിട്ട് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന് ഡോമിനോസ് പിസ്സ വലിയൊരു ബ്രാൻഡാക്കി. ഇപ്പോൾ ഡോമിനോസ് പിസ്സ ഇപ്പോൾ ഞാനിപ്പോൾ 2-3 ദിവസം മുന്നേ കഴിച്ചിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം ഡോമിനോസ് പിസ്സയ്ക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ടെക്നോളജിയിൽ അവർ അത്രയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോമിനോസ് പിസ്സ എന്ന് പറഞ്ഞാൽ പിസ്സയുടെ ബിസിനസ് മാത്രമല്ല, അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ പിസ്സ ഡെലിവറിയാണ്. അപ്പോൾ ഇവർ ഈ ടേൺ അറൗണ്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ എംപ്ലോയീസിനെ എംപവർ ചെയ്ത് കൊണ്ടുവന്ന്. അതായത് ഇപ്പോൾ യൂഷ്വലി ഒരു പിസ്സ ലേറ്റായി കഴിഞ്ഞാൽ ഓക്കെ, ഒരു എംപ്ലോയിക്ക് കോൾ കിട്ടിക്കഴിഞ്ഞാൽ എംപ്ലോയി മാനേജറിൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതിന് പകരം ആ ഡോമിനോസ് പിസ്സയിലുള്ള ഏത് എംപ്ലോയിക്ക് വേണമെങ്കിലും സ്വന്തം ഡിസൈഡ് ചെയ്യുക. അവരുടെ ആകെക്കൂടെയുള്ള ഒരു എയിം എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുക. അപ്പോഴാണ് പഴയ ഒരു കോൺസെപ്റ്റ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, ഡോമിനോസ് പിസ്സയിൽ പിസ്സ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തിയില്ലെങ്കിൽ പിസ്സ ഫ്രീ ആണെന്ന്. അതൊക്കെ ആ ടൈമിൽ കൊണ്ടുവന്ന കോൺസെപ്റ്റാണ്. എന്നാൽ ഇപ്പോഴും അവരുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ പിസ്സയൊക്കെ ആയിട്ട് നോക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു യുണീക്ക് ടേസ്റ്റാണ്, എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അത് മാത്രമല്ല, ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പിസ്സയുടെ സ്റ്റാറ്റസ്, ഇത് കുക്ക് ചെയ്യണുണ്ടോ, ഇത് ഡെലിവറി ആയോ, ഇത് ഓൺ ദ വേ ആണോ, കംപ്ലീറ്റ് നമുക്ക് ട്രാക്ക് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തരുകയാണ് ഈ ഡോമിനോസ് പിസ്സ. അങ്ങനെ ആ ഡോമിനോസ് പിസ്സയുടെ ബിസിനസ്സും ഇപ്പോൾ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ആയിട്ട് വലിയൊരു ബിസിനസ്സായിട്ട് മാറിക്കഴിഞ്ഞു. ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അപ്പോൾ ടേൺ അറൗണ്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് കമ്പനീസ് ടേൺ അറൗണ്ടിൻ്റെ വക്കത്തുണ്ട്. അതൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ സ്റ്റോക്ക് ഡബിളും ട്രിപ്പിളും ഒക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. താങ്ക് യു.